السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. കഅബനെ ചുറ്റുവാൻ കുതുബോണാരെല്ലാരും കഅബൻ തവാഫന്ന് താൻ ചെയ്യും ചെന്നോവർ بالكتب رباني والغوث صمداني نجينا من كل آفات يا الله. മുഹീദ്ദീൻ മാലയിലെ 38ാമത്തെ വരിയായി ചേർത്തിട്ടുള്ള വരിയാണ് ഈ വരി. ഇതിലൂടെ ഖാളി മുഹമ്മദ് അവറുകൾ ചേർത്തതല്ല യഥാർത്ഥത്തിൽ ഈ വരി. ഈ ആശയവും മുഹീദ്ദീൻ മാലയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മുഴുവൻ ആശയവും മറ്റു എല്ലാം മുഹീദ്ദീൻ ശൈഖിന്റെ ജീവിതകാലത്ത് ഉണ്ടായത് തന്നെയാണ്. അല്ലാതെ ഖാളി മുഹമ്മദ് അവറുകൾ തന്റെ വകയായി കൂട്ടിക്കൊടുത്തതല്ല. എന്നാൽ കഅബനെ ചുറ്റുവാൻ കുത്തുപോണവരെല്ലാരും കഅബൻ തവാഫന്ന് താൻ ചെയ്യും ചെന്നോവർ എന്ന ഈ വരിയിൽ ഈ ആശയത്തെ ഇന്ന് വഹാബികൾ ബിദ്അഇകൾ എതിർക്കുകയാണ്. കഅബ ശൈഖ് അവറുകളെ ചുറ്റാൻ വന്നാൽ അവിടുത്തെ ഹാജിമാർ മറ്റുള്ളവർ ഹജ്ജിന് ചെന്നവർ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആരും അങ്ങനത്തെ ഒരു സംശയവും ചോദിക്കാൻ ഇടവരില്ല. നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയകളിൽ യൂട്യൂബിലും മറ്റും ലൈവായി തന്നെ അവിടെ നടക്കുന്ന പല സന്ദർഭങ്ങളും സമയങ്ങളും ഹജ്ജിന്റെ സമയങ്ങളും എല്ലാം ലൈവായി തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ വീക്ഷിക്കുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കാറുണ്ടോ കഅബ നമ്മുടെ വീട്ടിലാണെന്നോ മറ്റോ നമ്മുടെ അടുക്കലുണ്ടെന്നോ? ഇല്ല. അത് അങ്ങനെ വിശ്വസിക്കുന്നവർ വഹാബികൾ മാത്രമാണ്. മാത്രമല്ല മുഹീദ്ദീൻ ശൈഖ് അവറുകൾ കഅബ അവിടെ തന്നെ ഉണ്ടാവുകയും എന്നാൽ ഈ കഅബ മുഹീദ്ദീൻ ശൈഖ് അവറുകളെ തവാഫ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഈ ആശയം ബഹ്ജത്തുൽ അസ്റാർ എന്ന കിതാബിൽ നിന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഖുർആനിലൂടെ അല്ലാഹു തആല അൽ കഹ്ഫിലൂടെ പറയുന്നുണ്ടായിരുന്നു, അൽ കഹ്ഫ് ഗുഹയിൽ ഉറങ്ങുന്നവർക്ക് വേണ്ടി സൂര്യനെ മറപ്പിച്ചു കളഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടി സൂര്യനെ മറപ്പിച്ചു കളഞ്ഞപ്പോൾ ലോകം മുഴുവൻ ഇരുട്ടായി എന്നാണോ? അല്ല, സൂര്യൻ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാവുകയും സൂര്യനെ അവർക്ക് മാത്രമാക്കി മറപ്പിച്ചു കളയുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അല്ലാഹു തആലാവിന്റെ ഖുർആനിലൂടെ പറയുന്നു, ഇന്നല്ലാഹ യർസുഖു മൻ യശാ. അല്ലാഹു തആല വല്ലതും അവൻക്ക് ഇഷ്ടപ്പെട്ടവർക്ക്, അവൻ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അല്ലാഹു തആല അയാൾക്ക് അധികരിപ്പിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ തന്നെ മുഹീദ്ദീൻ ശൈഖിന് അവർക്ക് അല്ലാഹു തആല അധികരിപ്പിച്ചു കൊടുക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൽ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പോയി വന്നിട്ട് അവിടുത്തെ ചരിത്രങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവിടുന്ന് പലരും നബി തങ്ങളുടെ ശത്രുക്കളും നബി തങ്ങളെ കളിയാക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഉള്ളതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാണ്. തങ്ങളുടെ കണ്ണിലൂടെ തന്നെ അവിടുന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ആ സമയത്ത് അവിടുത്തെ ബൈത്തുൽ മുഖദ്ദസിലെ കാര്യങ്ങളെല്ലാം അവിടുന്ന് മാഞ്ഞുപോയി. യഥാർത്ഥത്തിലെല്ലാം നബി തങ്ങളുടെ കണ്ണിൽ വന്നു എന്നത്
എന്നതാണോ? അല്ല. ഇങ്ങനെ വിശ്വസിക്കുന്നവർ ഇന്ന് ഈ കേരളത്തിലെ വഹാബികൾ മാത്രമാണ്. മുഹീദ്ദീൻ മാലയെ എതിർത്തും കുഫ്റാണെന്നും ഇതെല്ലാം മുഹീദ്ദീൻ ശൈഖിനെ അല്ലാഹുവിനേക്കാൾ വലിയതാക്കുകയാണെന്ന് പറയുന്നവർ കേരളത്തിലെ വഹാബികൾ മാത്രമാകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ കേട്ട നിങ്ങൾക്ക് നന്ദി. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.